ചേട്ടാ, ഈ ഓട്ടോറിക്ഷയുടെ വാടക പിരിക്കാൻ നടക്കുന്ന ഏലിയാസിനെ ഒന്ന് കാണണമല്ലോ. ഏലിയാസിനെ വീടും കൂടിയില്ലാണ്ട് നടക്കണ അവനെയൊക്കെ എവിടുന്നിട്ട് പിടിക്കാനാ? കുളത്തിൽ മുങ്ങിയ കിണറ്റിൽ പൊങ്ങുന്ന സൈസ് അവൻ. മാത്രമല്ല അവനിപ്പോ വാടക പിരിവൊക്കെ നിർത്തി. ഓട്ടോക്കാരൻ മത്തായി അവനെ പിരിച്ചുവിട്ടു. ഇപ്പൊ എന്താ പണി? തട്ടിപ്പും വെട്ടിപ്പും അല്ലാണ്ട് എന്താ. പിന്നെ കുറെ നാള് സീരിയലിൽ അഭിനയിക്കാനെന്ന് പറഞ്ഞു നടന്നു. അവന്മാരെ കുപ്പിയിലാക്കി ഇവ മുങ്ങിയാ കേട്ടെ. സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന ഞങ്ങളുടെ അടുത്ത ചെറിയൊരു കശപിശ ഉണ്ടായി പറഞ്ഞു വിട്ടു. അഭിനയം വലിയ വശമില്ല. ഇപ്പോഴവനെ എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ കർത്താവ് കൂട്ടായിരിക്കണം. എന്റെ വേളാങ്കന്റെ മാതാവേ, ഇത് മറ്റവരെ പണിതതിന്റെ കമ്മീഷൻ. ഇത് മറ്റവരെ ചേട്ടനിട്ട് പണിതതിന്റെ കമ്മീഷൻ. കർത്താവ്, എന്റെ കർത്താവ് എല്ലാം കൂടി 6 രൂപ. അത് വേണ്ട, 1.5 മതി. 5 ഞാൻ തിരിച്ചെടുക്കുകയാണ്. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ 100 ആയുസാ. പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് അതാവും വരുന്നുണ്ടല്ലേ. അവരെ പറ്റിച്ച വകയില് 10, 20, 30, 40, 50. എന്റെ കർത്താവ്, ഈ കുരിശിനെ എന്റെ മുമ്പിലിടേണ്ട വല്ല കാര്യമുണ്ടാ? അങ്ങനെയാണെങ്കിലേ ഈ 1.5 രൂപ എന്റെ കയ്യിലിരിക്കട്ടെ. അങ്ങോട്ട് വരാം. പറഞ്ഞോട്ടെ. ഇല്ല, നിൽക്കൂല. ഒരു കാര്യം നിൽക്കൂല. പറഞ്ഞില്ലേ ഒരു കാര്യം നിൽക്കൂല. കാര്യം പറയാനാണെന്ന് എന്തിനാണ് ഓടിയത്? കാലിനൊരു വേദന ഉള്ളതുകൊണ്ട് ഓടിയതാ. അയ്യോ, വേളാങ്കണ്ണി മാതാവാണ്, ചാവറ അച്ഛനാണ്, അൽഫോൺസ് അമ്മയാണ് സത്യം. ഞാൻ നിങ്ങളെ പാര വെച്ചിട്ടില്ല. നല്ല പെരുന്നാൾ മുതലാളിയോട് നിങ്ങളെ വെച്ച് സീരിയൽ എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഓഹോ, അപ്പൊ അതിനിടയ്ക്ക് നീ ആ കളിയും കളിച്ചു അല്ലേ? എന്നാലേ ഇപ്പോഴും നല്ല പെരുമാൾ തന്നെയാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ. സത്യം? നീയൊക്കെ എത്ര പാര വെച്ചാലും ഗോപാലകൃഷ്ണൻ ഏൽക്കില്ല. പക്ഷെ പാര വെച്ചെന്ന് കരുതി നിന്നോടുള്ള എന്റെ സ്നേഹവും കുറയില്ല. തൽക്കാലം നീ ഞങ്ങളൊന്ന് സഹായിക്കണം. സഹായോ? എന്ത് സഹായം? നമ്മുടെ തിരക്കഥാകൃത്ത് മുങ്ങി. മറ്റാരെങ്കിലും കണ്ടുപിടിച്ച് തിരക്കഥ എഴുതിച്ചില്ലെങ്കിൽ നല്ല പെരുമാളും ഉടൻ മുങ്ങും. അതുകൊണ്ട് നീ പണ്ട് കൊണ്ടുവന്ന ആ നാടകകൃത്ത് മാഞ്ഞൂരാനോ ഒന്ന് വിളിച്ചോണ്ട് വരണം. നിനക്ക് നല്ലൊരു വേഷവും തരാം. ഓഹോ, സഹായ ആവശ്യം വന്നപ്പോ എനിക്ക് വേഷം റെഡി. പ്ലീസ്. ഓക്കെ, നമുക്ക് മാഞ്ഞൂരെ വിളിച്ചു നോക്കാം. താങ്ക് യു. പക്ഷെ അയാൾ വരൂല. അതെന്താ? അയാൾ 2 മാസം മുമ്പ് ചത്തുപോയി. നിനക്ക് എഴുത്തുകാരനല്ലേ വേണ്ടത്? അതെ. അതും റെഡി. ആരാ? ദേ നിൽക്കണു ഈ ഞാൻ. എന്നെ കൊണ്ടൊന്ന്. ഗോപാലകൃഷ്ണ, നീ IAS പഠിക്കുന്നവൻ, ഞാൻ 1ാം ക്ലാസ് പോലും ജയിക്കാത്തവൻ. എടാ, കൂടുതൽ പഠിച്ചാലേ ബുദ്ധി മറിയിച്ചു പോവും. ഒന്നും പഠിക്കാത്തത് കൊണ്ട് എന്റെ ബ്രെയിൻ ഫ്രഷാ, ബ്രാൻഡ് ന്യൂ. അതുകൊണ്ട് ഞാൻ എഴുതാ. എനിക്ക് ആവശ്യം എഴുത്തുകാരനെയാണ്, അറിവുകാരനെ അല്ല. ഒരിക്കൽ പാര വെച്ചവനെ ഈ ഏലിയാസ് മരിക്കും വരെ പാര വെക്കും. അതെന്റെ തന്തയുടെ പാരമ്പര്യമാണ്. നീ എന്താ ആലോചിക്കുന്നത്? നിനക്ക് എഴുത്തുകാരനല്ലേ വേണ്ടത്? ഓക്കെ, നാളെ 10 മണിക്ക് മുമ്പ് എഴുത്തുകാരൻ ഡബിൾ ഓക്കെ. 12 തവണ ഞാൻ തല ചുറ്റി വീണു, എന്റെ തലയിൽ പെരുപ്പാണ് ഡോക്ടർ. 12 തവണ ഞാൻ ഗുളിക തിന്നു, എന്നിട്ടും കുറവില്ല ഡോക്ടർ. കണ്ണ് തുറക്കൂ. എന്റെ കണ്ണിൽ നുരക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ ഭാഷാണത്തിവിധമില്ല. വായ് തുറക്കൂ. ഉള്ളിൽ അഗ്നിഗോളങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനീ പ്രക്രിയ ഡോക്ടർ? രോഗം നോക്കുന്ന താനാണ് മൂഢൻ. ശ്വാസം വലിച്ചേ. രാമ രഘുരാമ, ഞാനിനിയും വലിക്കും ചാകുന്ന മുമ്പേ അവസാന ഒടുക്കത്തെ ചക്രശ്വാസം വലിക്കും. തന്റെ നാക്കൊന്നു നീട്ടൂ. ചുടലപ്പറമ്പിലെ യക്ഷിയെ പോലെ നാക്കൊന്നു നീട്ടണോ ഡോക്ടർ? എന്റെ ഈ നാക്കൊന്നു നീട്ടണോ ഡോക്ടർ? എന്താ കുത്തിക്കൊല്ലാൻ? കൊണ്ടോട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. എടുത്തോളൂ, കുത്തിക്കോളൂ. കഴിഞ്ഞോ? പണ്ടാറം പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടാ? ഒരു വട്ടം കൂടിയ സിസ്റ്ററിൻ കൈകൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യുവാൻ മോഹം. ഇഞ്ചക്ഷൻ ചെയ്തൊരാ സ്ഥാനത്തു തന്നെ തഴുകിത്തരുവാൻ മോഹം. ഒന്ന് തഴുകിത്തരുവാൻ മോഹം. താനിത്ര ചെറ്റാണോടോ? 12 ഡോക്ടറെ കണ്ടു ഞാനും,
ആ ഡോക്ടറിൽ താനാണ് മൂടൻ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. ചുവന്ന നിറമുള്ള എന്തെങ്കിലും കണ്ടാ കൊണ്ടോട്ടി വയലന്റ് ആവും. എത്ര അനലൈസ് ചെയ്തിട്ടും എനിക്ക് റീസൺ മനസ്സിലാവുന്നില്ല. ആ കഥ ഞാൻ പറഞ്ഞു തരാം ഡോക്ടർ. പണ്ട് ഇവനൊരു മഷി കമ്പനിയിലായിരുന്നു ജോലി. ഒരു നൈറ്റ് ഷിഫ്റ്റ് സമയത്ത് കൊണ്ടോട്ടി കാൽ വഴുതി ഒരു ചുവന്ന മഷി ടാങ്കിൽ വീണു. അന്ന് തുടങ്ങിയതാ ചുവപ്പിനോടുള്ള അവന്റെ ഈ അലർജി. ചുവപ്പിനോടുള്ള അലർജിയിൽ നിന്നും ഇതൊരു ചൈനീസ് റഷ്യൻ രോഗമാണെന്ന് മനസ്സിലാവുന്നു. ഇതിന് പോളിറ്റ് ബ്യൂറോ സൈക്കോസിസ് എന്ന് പറയും. ആലപ്പുഴയിലുള്ള ഒരു സ്ത്രീക്കും കണ്ണൂരിലുള്ള ഒരു പുരുഷനും മാത്രമേ കേരളത്തിൽ ഇതുവരെ ഈ സമ്പൂർണ്ണ ചുവപ്പലർജി രോഗം വന്നിട്ടുള്ളൂ. സാരമില്ല, മരുന്ന് കഴിച്ചാൽ ഭേദമാകാവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് രോഗിയുടെ ടേസ്റ്റിനനുസരിച്ച് അയാൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. മഷിക്കമ്പനിയിൽ നിന്നും പോന്ന ശേഷം ഇയാൾ ഒരു ആധാരത്തുകാരനായിരുന്നില്ലേ? ഭ്രാന്തന്മാരെ പിടിച്ച് ആധാരം എഴുതിപ്പിക്കാൻ പറ്റുമോ ഡോക്ടർ? കൊണ്ടോട്ടി ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ എഴുതാൻ ഞാൻ അവനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ശരി, വാർഡിൽ ചെന്ന് കൊണ്ടോട്ടി കൂട്ടിക്കൊണ്ട് വന്നോളൂ. ഞാൻ മരുന്നിനെ കുറിച്ച് തരാം. അതെ, ഇവിടെ എല്ലാരും പറഞ്ഞ എനിക്ക് ഭ്രാന്താണെന്ന്. ബാപ്പാനെ നോക്കി ചിരിച്ചാ ഭ്രാന്താവോ? ബാപ്പാനെ നോക്കി ചിരിച്ചില്ലെങ്കിലാണ് ഭ്രാന്ത്. ആ, അങ്ങനെ പറ. ആട്ടെ, നീ ബാപ്പാനെ നോക്കി ചിരിച്ചെന്തിനാ? ബാപ്പ മയ്യത്തായി കിടന്നപ്പാ. ആ, ബാപ്പ മരിച്ചിരുന്നപ്പാ. ആ, അന്ന് തുടങ്ങിയ ഒരു കാര്യമില്ലാതെ വീട്ടുകാരെല്ലാരും കൂടി എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു തുടങ്ങി. ഛേ, നിന്റെ വീട്ടുകാർ ഭയങ്കര വൃത്തിയോടല്ലേ കാണിച്ചത്? ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ എലിയില്ലേ, എലി, ഈ എലീനെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ച ഭ്രാന്താവോ? അതിനെ തല്ലിക്കൊല്ലണ്ടല്ലേ? അതിനെ തല്ലിക്കൊന്നില്ലെങ്കിലാണ് ഭ്രാന്ത്. പക്ഷെ അപ്പോഴും പറഞ്ഞ എനിക്ക് ഭ്രാന്താണെന്ന്. ആര്? അതിനേക്കാൾ നീ എപ്പോഴല്ലേ കൊന്നത്? എലീനെ കൊല്ലാൻ ഞാനൊരു വടിയായിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് എലി ഓടി പള്ളിക്കകത്ത് കയറി. ക്രിസ്ത്യാനികളുടെ പള്ളിയില് അതിന്റെ അകത്ത് കയറി. ഞാൻ എലീനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന നേരത്തെ ഉണ്ടല്ല, മേടയില് സൂക്കായിട്ട് ഉറങ്ങുന്ന അച്ഛന്റെ തലയിൽ ഇങ്ങനെ കയറുന്നിട്ട് എലിതെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നു. എന്റെ കയ്യിലിരിക്കുന്ന ഇരുമ്പുപൊടി കൊണ്ട് ആഞ്ഞ് എലിക്കിട്ട് ഒറ്റ അടി കൊടുത്ത് അപ്പ ചത്ത്. എലിയാ? എലിയല്ല അച്ഛൻ. എലി ഓടിക്കളഞ്ഞില്ലേ? അപ്പോഴും അപ്പൊ നാട്ടുകാർ പറഞ്ഞാണ് നിനക്ക് ഭ്രാന്താണെന്ന്. പിന്നല്ലാതെ ഒരു കാര്യമില്ലാതെ നാട്ടുകാർ പിന്നെയും പറഞ്ഞു. ഇതൊക്കെ നിസ്സാരമല്ലേ? ഏത് അച്ഛൻ ചത്തത്? അത് പോട്ടെ, പോയി. ഓണക്കാലത്ത് ഊഞ്ഞാല് കെട്ടണത് ഭ്രാന്താണോ? ആര് പറഞ്ഞു? ഇത് പറഞ്ഞവരാണ് ഭ്രാന്ത്. ഓണക്കാലത്താണ് ഊഞ്ഞാല് കെട്ടണത്. അതിരിക്കട്ടെ, എവിടെയാണ് ഊഞ്ഞാല് കെട്ടിയത്? ഊഞ്ഞാൽ എവിടെയോ നമ്മൾ കെട്ടാറ് സാധാരണ. എടോ, ഈ വീടിന്റെ മുറ്റത്തൊക്കെ മുമ്പിൽ നിൽക്കണ ഈ ഇലക്ട്രിക് കമ്പി ഇല്ലേ, അതുമേൽ ഇരുമ്പ് കമ്പി കൊണ്ട് ഒരു ഊഞ്ഞാൽ കെട്ടാൻ ശ്രമിച്ച ഭ്രാന്ത. അപ്പൊ എല്ലാരും കൂടി പൊക്കി ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടിട്ട് എനിക്ക് മുഴുവൻ ഭ്രാന്താണെന്ന് പറഞ്ഞു. എന്റെ പടച്ചോനെ, എന്തോരം ഷോക്കാണെന്ന് നമ്മുടെ തലയിൽ അടിച്ച് കയറ്റിരിക്കണമെന്ന് അറിയാമോ? ആ കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പവർ കട്ട് ഇല്ലാതെ നാട്ടുകാർ സുഖമായിട്ട് കൊതുകടിയും കൊള്ളാതെ കിടന്നുറങ്ങിയേനെ. എന്താ ചക്കരങ്ങി വന്നെ? എന്തായി? ശരിക്കുള്ള ഭ്രാന്ത് ആർക്കാണെന്നറിയാമോ? ഇതിന്റെ അകത്ത് കഴുത്തേൽ ഒരു കോപ്പും തുതുക്കിട്ട് ഒരുത്തനിരിപ്പുണ്ട്. അവനാണ് മുഴുപ്രാന്ത്, അറിയാമോ? ആ, ഈ മരുന്ന് മുടങ്ങാതെ കഴിക്കണം. ആ വെള്ളയും വെള്ളം കൊടുത്ത പെൺകുട്ടി വന്ന് പറഞ്ഞത് ഓർമ്മ എന്താണെന്ന് കേട്ടാ? ഈ ഗുളിക മുടങ്ങാതെ കഴിച്ചാലേ നിന്റെ ഭ്രാന്ത് മാറുള്ളൂന്ന്. കേട്ടടാ പന്നി, നടക്ക്. അപ്പോഴേ നിനക്ക് ഭ്രാന്തായിരുന്നെന്നും ഭ്രാന്താശുപത്രിയിൽ നിന്നാണ് വരുന്നതെന്നും ദൈവത്തോർത്ത് ഇവിടെ പറഞ്ഞേക്കരുത്. എന്റെ സുഹൃത്താണെന്നും പറഞ്ഞേക്കരുത്. വലിയ എഴുത്തുകാരനാണെന്നാണ് ഞാൻ പറഞ്ഞേക്കണത്. പറയുക പറഞ്ഞത് പറയാനാ പറഞ്ഞത്. പറയണ്ടെന്നല്ലേ താൻ ഇത്രയേരം പറഞ്ഞത്? ആ ഗൗരവത്തിൽ തന്നെ ഇരുന്നാ മതി. ഓടാ പന്നി. അത്ര വേണ്ട. പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കളർ വല്ലതും കണ്ട അതത്രക്കൊന്നും കാര്യമാക്കണ്ട. കൂടാതെ ആധാരത്തിന്റെ കാര്യം മിണ്ടിപ്പോകരുത്. ഈശോയെ വിചാരിച്ച് ആ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം. എന്നെ കുഴപ്പിക്കരുത്. മര്യാദക്കാണെങ്കിൽ നിനക്കും എനിക്കും ഇവിടെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് തൽക്കാലം ഇവിടെ അങ്ങനെ കഴിയാം. ഗോപാലകൃഷ്ണല്ലേ? ബാങ്കിൽ പോയി. എഴുത്തുകാരൻ വരി. നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കരുതിക്കോ മക്കളെ. ഇതുപോലെ എഴുത്തുകാരനെ ഇനി ജീവിതത്തിൽ കിട്ടൂല. ഇതാണ് KS കൊണ്ടോട്ടി.
നമസ്കാരം. ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. അധികം ആരോടും സംസാരിക്കാറില്ല. എഴുത്ത് മാത്രം. എഴുത്തോടെഴുത്ത്. മുടിഞ്ഞ എഴുത്ത്. വാ, പതുക്കെ, പതുക്കെ. ഹലോ, ഐ ആം മാത്യു ചുള്ളിക്കൽ. ആ, ഇതാണ് സംവിധായകൻ. ആ. തീരാരുടെ പേരില്ല. തീരാനായിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. ആരാർക്ക് എഴുതി കൊടുക്കേണ്ടത്? മാഷ് നല്ല പെരുമാൾക്കാണ് എഴുതി കൊടുക്കേണ്ടത്. അതിന് എന്റെ പേരിൽ വസ്തുവകളൊന്നുമില്ലല്ലോ. ബുക്കും പേപ്പറും ഞാൻ മേടിച്ചു തരാം. അതെ, നിങ്ങളുടെ അകത്തേക്ക് വന്ന് മാഷ മുറി ഒന്ന് കാണണം. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. അയ്യോ, വേണ്ട. ഞാൻ ആദ്യം പോയി മുറി കണ്ടിട്ട് മാഷ അകത്തേക്ക് കൊണ്ടുപോവാം. അതെ, ഞാൻ മുറി പോയി കണ്ടിട്ട് വരാം. ഇവിടെ നിൽക്കേ. വലിയ എഴുത്തുകാരനാ, കഞ്ചാവായതുകൊണ്ട് അദ്ദേഹം സംസാരിക്കില്ല. ഓഹോ, കുഴപ്പമില്ല. ഫോൺ നല്ല സൗകര്യം. ചുവപ്പൂരിക്കാവുന്ന സ്ഥലം പോയി മേല് പുറത്തേക്ക് പോട്ടെ. അല്ല, വേണ്ട, വീട്ടിൽ കൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും തയ്ക്കാം. എന്റെ ദൈവമേ, ശരശയ്യ വിരിച്ചിട്ടേക്കാണ്ടില്ലേ? ഇത് പണ്ടാറടങ്ങാനായിട്ട് ഇത് നേരെ അടികൊണ്ട് പോട്ടെ. ആ കൊണ്ടോട്ടി, ദേ നിനക്ക് കിടന്നിറങ്ങാനുള്ള എല്ലാ സൗകര്യമുള്ള മുറി. ദേ ഫാനുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ആ പിന്നെ മരുന്ന് കൃത്യസമയത്ത് കഴിക്കണം. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി നിനക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഇതെന്താണ്ടാ പറഞ്ഞ് വയറിങ്ങനെ വീർത്തിരിക്കണ? അതെ, ഇടക്കിടക്ക് എനിക്കിങ്ങനെ ഗ്യാസിന്റെ അസുഖം വരും. ഗ്യാസിന്റെ അസുഖം വന്ന വയറിങ്ങനെ വീർത്ത് വരും. വേണ്ട, വെറുതെ കളയണ്ട. വല്ല സോഡാ കമ്പനിക്കും കൊടുത്ത് കാശാക്ക്. പോരാ, ഞാനേ പോരാ. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. ഇപ്പോഴാണ് കറക്റ്റ് അള എഴുതാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് പണ്ട് ഞാന് ഈ ആധാരം എഴുതിക്കൊണ്ടിരുന്നപ്പോ ആധാരം അതെ, ആധാരം എന്ന സിനിമ തുടങ്ങി വെച്ചത് കൊണ്ടോട്ടിയല്ലേ? അതെയോ? പിന്നെ അങ്ങ് വിട്ടു കളഞ്ഞു. ഇപ്പൊ സെക്കൻഡ് പാർട്ട് എഴുതിക്കൊണ്ടിരിക്കുക, മൂലാധാരം. അതെ. ഇവരാണ് ഹീറോ. ഇവനാ ഹീറോ? ഇവൻ ഹീറോ അല്ല, സീറോ. ഹീറോനെയൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം. ഹലോ, അത് എഴുതിയത് വായിക്കട്ടെ. വായിക്കേ. സീൻ 1. 1997 ആണ്ട് ആഗസ്റ്റ് മാസം 1-ാം തീയതി പനയപ്പള്ളി താലൂക്കിൽ രാമേശ്വരം കിഴക്കേ മുറിയിൽ ഒരിടത്തരം വീടിന്റെ വാതിൽ തുറന്നു. സ്ഥിരം താമസം മേലെ പറമ്പിൽ രാഘവന്റെ മകൾ ഗീത പുറത്തേക്കിറങ്ങി. മുഖത്ത് ഒരു 4 ലിങ്സ് ചിരി. ഈ സമയം ദൂരെ നിന്നും നടന്നു വരുന്ന യോഗപുരം താലൂക്കിൽ വടക്കേ മുറിയിൽ ശ്രീധരൻ മകൻ പ്രസാദ്. മുഖത്ത് ഒരു 6 ലിങ്സ് ചിരി. മൊത്തം 10 ലിങ്സ്. ഇവർ തമ്മിലുള്ള പ്രേമത്തിന് അതിർത്തിയില്ലാത്തതാകുന്നു. അതായത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത പ്രേമം എന്നർത്ഥം. എന്നാൽ ഈ അതിർത്തിക്കുള്ളിൽ അനധികൃതമായി വേലി കെട്ടാൻ ഒരുങ്ങുന്ന കളമശ്ശേരി താലൂക്കിൽ ജോസഫ് മകൻ രാജു. മുഖത്ത് ഒരു ലിങ്സ് പോലും ചിരിയില്ലാത്ത ഇവനാണ് വില്ലൻ. എന്താ ആധാരോ? ഇങ്ങനെ വട്ടാന്നാ തോന്നുന്നത്. അപ്പൊ അതൊന്നും നേരത്തെ പറഞ്ഞിട്ടില്ലേ? ഇയാൾ എന്തോന്നാ എഴുതി വെച്ചിരിക്കുന്നത്? അതെ, അത് അയാളുടെ ഒരു ലൈനാണ്. ഓരോരുത്തർക്കും ഒരു ലൈനില്ലേ? ഇയാളുടെ കഥാപാത്രങ്ങളുടെ വീടും കുടിയെല്ലാം വിവരിച്ചിരുന്ന ആളാണ്. ഓ, അത് ശരി. വാസ്തവത്തിൽ അതെനിക്ക് മനസ്സിലായില്ല. ഓ, ഈ മോസ്കോവിയൻ സിനിമകളുടെ എഴുത്തുകാരുടെ ഒരുതരം ഒരു കൊളാഷ് ലൈൻ. വെരി ഗുഡ്. ഇപ്പം മനസ്സിലായില്ലേ? മനസ്സിലായി. എന്തെല്ലാം മനസ്സിലാക്കാൻ കിടക്കണാവൂ. പ്രൊഡക്ഷൻ മാനാണെന്ന് പറഞ്ഞാൽ താൻ അവിടെ പോയി കിടക്കാടോ. ഗോപാലകൃഷ്ണന്തിയെ സ്ക്രിപ്റ്റേറ്റർ വന്നെന്ന് ഗോപാലനോട് ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞതാ. അപ്പൊ അവൻ പറയുന്ന അവന് പുതിയ ഷർട്ടും പാന്റും എടുക്കണമെന്ന്. നായകൻ ഹിന്ദി അറിയണമെന്ന കാര്യം കൊണ്ടോട്ടി പറഞ്ഞത് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ സാറേ, ഹിന്ദി അല്ല സംസ്കൃതം പഠിച്ചാലും ശരി, നായകൻ ഞാൻ തന്നെയാ. ഞാനാ ഹീറോ വേഷം ചെയ്യുന്ന അറിഞ്ഞ് അവൻ തോറ്റു പിന്മാറിയിരിക്കുക. അങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ? അവനവിടെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. തയ്യാറെടുപ്പോ? അങ്ങനെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നുമല്ല ഗ്ലാമർ, അല്ലേ സാർ? കോളേജ് ഹിന്ദി പഠിക്കാൻ പഠിച്ച് മലയാളമാ സെക്കൻഡ് എടുത്തിരിക്കുന്നത്. എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇത്തവണ ഹീറോയ്ക്കുള്ള നറുക്ക് വീണത് എനിക്കാ, അല്ലേ സാറേ? मैं शाहरुख खान या सलमान खान नहीं हूँ, मैं गोपालकृष्ण हूँ.
परदेसी परदेसी जाना नहीं, मुझे छोड़कर तू चीज बड़ी है मस्त मस्त तुझे देखा है तो जाना सनम, प्यार होता है दीवाना सनम. അനുഗ്രഹിക്കണം സാബ്. എനിക്കൊക്കെ കൊണ്ടോട്ടി കൂടെ ഒന്ന് കണ്ടേരെ. താങ്ക് യു സാബ്. അപ്പൊ ഞാൻ പോലീസ് ഡയറക്ടർ ഉൾബൻ കുൽക്കീസിന്റെ ഡബിൾ കോസ് എന്ന വിശ്വവിഖ്യാതമായ കഥാപാത്രത്തിന്റെ ഒരു കട്ടുണ്ട്. എനിക്ക് നിനക്കല്ല, അവന്. ഏലിയാസേ, ഗോപാലകൃഷ്ണൻ വന്നിട്ടുണ്ട്. കൊണ്ടോട്ടിയെ കാണാൻ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അവനെ ഒന്ന് കാണേണ്ടതാ. കൂളിംഗ് ഗ്ലാസും കറുത്ത പാന്റും ചുവന്ന ഷർട്ട്. आपका नाम क्या है? सलमान खान और शाहरुख खान? നഹി നഹി ഇപ്പൊ മരത്തകിൽ ക്യാൻസർ. ഇവൻ എന്താ പറഞ്ഞു? എന്റെ ചാൻസ് പോകുന്നു. ഇപ്പൊ ആളുടെ ചാൻസാ പോയത്. മിണ്ടി പോകരുത്. കൊണ്ടോട്ടയും പൊണ്ടാറ്റയൊക്കെ ഈ നിമിഷം ഇവിടുന്ന് പറഞ്ഞു വിട്ടോണം. എന്ത് കാര്യത്തിനാ അവൻ എന്നെ തല്ലാൻ വരുന്നത്?